നിത്യേന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ ജീവനാഡിയാണ് ഇന്ത്യൻ റെയിൽവേ. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ആ റെയിൽവേയിൽ നിന്ന് പുറത്തു വരുന്നത് ജീർണിച്ച ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ ദയനീയ ചിത്രങ്ങളാണ്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് മദ്യലഹരിയിലായ ഒരു സഹയാത്രികൻ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19 വയസ്സുകാരി ശ്രീകുട്ടി എന്ന സോന ഓരോ സാധാരണ യാത്രക്കാരൻ്റെയും അരക്ഷിതാവസ്ഥയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ സംഭവം കേവലം ഒരു ക്രിമിനൽ നടപടിയോ വ്യക്തിപരമായ വൈരാഗ്യമോ അല്ല. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഓരോ സ്റ്റേഷനിലും നിലനിൽക്കുന്ന സുരക്ഷാ പാളിച്ചകളുടെ അത്യന്തം ഗൗരവകരമായ പ്രകമ്പനമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ജീവനോട് മല്ലടിക്കുന്ന ശ്രീകുട്ടി നമ്മെ നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ വാതിലുകൾ ആർക്കു വേണ്ടിയാണ് തുറന്നു കിടക്കുന്നത്? സുരക്ഷ ഉറപ്പാക്കാൻ ആരുണ്ട്? സ്വാഗതം അടിവരയിലേക്ക്. വർക്കലയിൽ ഓടുന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് മദ്യപനായ സഹയാത്രികൻ ശ്രീകുട്ടിയെയും കൂട്ടുകാരി അർച്ചനയെയും ആക്രമിക്കുകയും ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് ചവിട്ടി തള്ളുകയും ചെയ്ത സംഭവം കേവലം ഒരു ക്രിമിനൽ നടപടിയായി മാത്രം കണ്ട് മുന്നോട്ടു പോകാനാകില്ല. ഇത് നമ്മുടെ റെയിൽവേ സംവിധാനത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ ആഴത്തിലുള്ള പാളിച്ചകളിലേക്കും യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന അധികൃതരുടെ അനാസ്ഥയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ ഈ ഘട്ടത്തിലെങ്കിലും ചർച്ച ചെയ്യാതെ പോയിക്കൂടാ. വർഷം തോറും കോടിക്കണക്കിന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജീവനാഡിയായി ഓടുന്ന ഇന്ത്യൻ റെയിൽവേ സുരക്ഷാ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ടു പോകേണ്ടതുണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം വാർത്തകൾ. വർക്കല ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പും നിരവധി സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ അരങ്ങേറിയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി മുതൽ ടിക്കറ്റ് ചോദിച്ചതിന് TTE ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ അന്യസംസ്ഥാനക്കാരൻ വരെ നീളുന്ന ആ പട്ടിക ട്രെയിൻ യാത്രയെ പലപ്പോഴും ഒരു പേടി സ്വപ്നമാക്കി മാറ്റുന്നുണ്ട്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിൽ വെച്ച് സഹയാത്രികനായ ഷാറൂഖ് സൈഫി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവച്ചതും നമ്മുടെ കേരളത്തിലാണ്. ഈ സംഭവത്തിൽ 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരു ട്രെയിനിനുള്ളിൽ വെച്ച് ഒരാൾക്ക് മറ്റൊരാളെ ആക്രമിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ആക്രമണം തീവെപ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് റെയിൽവേയുടെ നിരീക്ഷണ സംവിധാനങ്ങൾ എത്രമാത്രം ദുർബലമാണെന്ന് വെളിവാക്കുന്നു. ഓരോ തവണ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും സുരക്ഷ ശക്തമാക്കുമെന്ന വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ ഫലത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലെയും ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളിലെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ അഥവാ റെയിൽവേ പോലീസിൻ്റെ സാന്നിധ്യം തീർത്തും കുറവാണ്. രാത്രികാലങ്ങളിൽ ഇത് കൂടുതൽ പ്രകടമാണ്. ഒരു പോലീസുകാരൻ പോലുമില്ലാത്ത കമ്പാർട്ട്മെൻറ്റുകൾ സാമൂഹിക വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള താവളമായി മാറുന്നു. കേരള എക്സ്പ്രസിൽ ശ്രീകുട്ടിക്കുണ്ടായ ദുരനുഭവം ഓടുന്ന ട്രെയിനിലെ വാതിലുകൾക്കരികിൽ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതാണ്. വാതിലിന് സമീപം നിൽക്കുന്നവരെ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ച സംഭവങ്ങൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓടുന്ന ട്രെയിനിന്റെ വാതിലുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ തുറന്നിടുന്നത് സുരക്ഷാ പിഴവല്ലാതെ മറ്റെന്താണ്? വാതിലിനരികിൽ നിൽക്കുന്നവർ മാത്രമല്ല, ടോയ്ലറ്റിലേക്കും മറ്റും പോകാനായി കമ്പാർട്ട്മെന്റിലൂടെ നടന്നു നീങ്ങുന്നവർ പോലും ആക്രമിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. മദ്യപിച്ച് ലക്കുകെട്ടവർ ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാരുമായി തർക്കമുണ്ടാക്കുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് സാധാരണ കാഴ്ചയാണിന്ന്. അവരെ നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനം റെയിൽവേക്ക് തന്നെയില്ല. സ്ത്രീ യാത്രക്കാർക്കെതിരെയും ട്രെയിനിലും സ്റ്റേഷനുകളിലും ഉണ്ടാകുന്ന അതിക്രമങ്ങളും കവർച്ചകളും വർദ്ധിക്കുന്നതും വാർത്തയാകാറുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെന്റുകളിൽ പോലും പുരുഷന്മാർ അതിക്രമിച്ച് കടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിൽ റെയിൽവേ പൂർണ്ണമായും പരാജയപ്പെടുന്നുവെന്നാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്. നിയമം നടപ്പിലാക്കേണ്ട ഏജൻസികൾക്ക് വേണ്ടത്ര പരിശീലനവും ആധുനിക ഉപകരണങ്ങളും കൃത്യമായ ജീവനക്കാരുടെ എണ്ണവുമില്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തത്വം റെയിൽവേയുടെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്.
ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും റെയിൽവേ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമെന്ന റെയിൽവേയുടെ ഖ്യാതി എന്നേക്കുമായി നഷ്ടപ്പെടും. റെയിൽവേ യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കേണ്ട ചില നടപടികളുണ്ട്. എല്ലാ ട്രെയിനുകളിലും, പ്രത്യേകിച്ച് രാത്രി യാത്രകളിലും, ജനറൽ കമ്പാർട്ട്മെന്റുകളിലും, ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലും മതിയായ എണ്ണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക എന്നതാണ് ഇതിൽ പ്രാഥമികമായി ചെയ്യേണ്ടത്. കമ്പാർട്ട്മെന്റുകളിൽ കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നാടൊട്ടുക്കും CCTV ക്യാമറകളുള്ള കാലത്ത് എല്ലാ കോച്ചുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുക എന്നത് റെയിൽവേക്ക് ഭാരിച്ച ഉത്തരവാദിത്തമാകില്ല. ഇത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനും സഹായകരമാകും. ഓട്ടോമാറ്റിക് വാതിൽ സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ വാതിലുകൾക്ക് സമീപം സുരക്ഷാ ജീവനക്കാരെ ഏർപ്പെടുത്തുകയോ ചെയ്യണം. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി RPF, GRP ഹോട്ട്ലൈൻ നമ്പറുകൾ പരമാവധി പ്രചരിപ്പിക്കുകയും യാത്രക്കാർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതും പ്രധാനമാണ്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ തുടർക്കഥയാകുമ്പോൾ റെയിൽവേ യാത്രക്കാരും ചില കരുതലിന് തയ്യാറെടുക്കണം. ഓടുന്ന ട്രെയിനിലെ വാതിലിന് സമീപം ഒരു കാരണത്താലും നിൽക്കരുത്. അപകട സാധ്യത കൂടുതലുള്ള ഈ സ്ഥലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കുക. അപരിചിതർ തരുന്ന പാനീയങ്ങളോ ഭക്ഷണമോ കഴിക്കാതിരിക്കുക എന്നത് ഏതൊരു യാത്രയിലും മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കവർച്ചാ സംഘങ്ങൾ ലഹരി കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി മോഷണം നടത്തിയ സംഭവങ്ങൾ ധാരാളമുണ്ടല്ലോ. രാത്രി യാത്രകളിൽ സുഹൃത്തുക്കളോടൊപ്പമോ കുടുംബാംഗങ്ങളോടൊപ്പമോ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. ഇനി അഥവാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ അതീവ ജാഗ്രത പാലിക്കണം. കമ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ മദ്യപിച്ചുള്ള ബഹളങ്ങളോ ഉണ്ടായാൽ ഭയപ്പെടാതെ മറ്റു യാത്രക്കാരുടെ സഹായം തേടുകയും ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ശ്രീകുട്ടിയുടെ ജീവൻ പൊരുതുന്നത് ഈ സമൂഹത്തിൻ്റെ മൊത്തം സുരക്ഷാബോധത്തിന് വേണ്ടിയാണ്. ഓരോ പൗരൻ്റെയും ജീവൻ അമൂല്യമാണ്. റെയിൽവേയുടെ അനാസ്ഥ തുടർന്നാൽ നാളത്തെ ഇരകൾ ആരായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കേവലം അനുശോചനങ്ങളിലോ നഷ്ടപരിഹാരങ്ങളിലോ ഒതുങ്ങാതെ ശക്തമായ സുരക്ഷാ കവചം തീർക്കാൻ റെയിൽവേ അധികൃതർ പ്രതിജ്ഞാബദ്ധരാകണം. നമ്മുടെ ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാകട്ടെ. ആർക്കും ഒരു ദുരനുഭവവും ഉണ്ടാകാത്തൊരു നാളേക്ക് വേണ്ടി റെയിൽവേയുടെ കണ്ണുകൾ ഉടൻ തുറക്കട്ടെ. അടിവര ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.